ഇന്നസെന്റ്, ജഗതി, കെ.പി.എസ്.സി ലളിത, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ജഗദീഷ് എന്നീ പ്രേക്ഷകപ്രിയ താരങ്ങൾ ഒന്നിച്ച് പൊട്ടിച്ചിരിയൊരുക്കിയ അപൂർവം ചിലർ എന്ന ചിത്രത്തിലെ എവർഗ്രീൻ കോമഡി ഹിറ്റ്. എന്തായി? ആർട്ടി എന്ത് പറഞ്ഞു? ആർട്ടി ഒന്നും പറഞ്ഞില്ല. ആ പാവത്തിന്റെ ഡിമാൻഡ്സ് ഒക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. നോക്കട്ടെ. രൊക്കം ക്യാഷ് 2 ലക്ഷം, പുതിയ മാരുതി ഒരെണ്ണം, സ്വർണ്ണപ്പവൻ 101. അത് അവന്റെ നെറ്റിക്ക് ആനടിച്ച് പതിക്കാനടി. സൂട്ട് 3 പേർ. എത്ര പേര്? 3. ആ ഒരെണ്ണം അവനെ കൂച്ചിടാൻ കൊണ്ടുപോകണ്ടേ? സ്റ്റീൽ അലമാര ഒരെണ്ണം. സ്റ്റീൽ അലമാരി ആവില്ല, അത് അവന് വേണ്ട ശവപ്പെട്ടിയാവും. അലമാര, സോഫ സെറ്റ് ഒരെണ്ണം, വാഷിംഗ് മെഷീൻ 1. അത് അവന് കുളിക്കാൻ, മുങ്ങി ഇങ്ങനെ കുളിക്കാൻ. ഏറ്റവും പുതിയ മിക്സി ഒരെണ്ണം, TV VCR ഒരെണ്ണം വീതം. അതേത് കമ്പനിയുടെ? അക്കായി ഓർ ഷാർപ്പ്. എന്റെ മാതാവേ, എന്ത് ഡിമാൻഡാ ഇത്? ഇത്രയും കൊടുത്ത 2 IAS ഒന്നിച്ച് കിട്ടുമായിരുന്നല്ലോ. 2 ആൾക്കാരുടെ ആവശ്യം ഇപ്പൊ നിന്റെ മോൾക്കുണ്ടെന്ന് തോന്നുന്നുണ്ടാ? എന്നിട്ട് നിങ്ങൾ അയാളോട് എന്ത് പറഞ്ഞു? ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. ഒരു ക്ലോസറ്റ് കൂടി ലിസ്റ്റിൽ ഒന്ന് ചേർത്തോട്ടെ എന്ന് ഞാൻ ചോദിച്ചു. ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണെന്ന് ആ കഴുത മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. എവിടെ? അതിനാ എബിയും പറയണേ, ഒരു യൂറോപ്യൻ ക്ലോസറ്റ് തന്നെ ആയിക്കോട്ടെ എന്ന്. നാണം കെട്ടവൻ. എന്താ ചെയ്യാ? ഇനി ആയിരിക്കണം അവിടെ വയത്? കേട്ടില്ലേ ഡിമാൻഡ്? അവനെ കെട്ടാൻ നിനക്ക് യോഗമില്ലെന്ന് അങ്ങ് കരുതിയാ മതി. അവന്റെ അമ്മയ്ക്ക് ഒരു അമേരിക്കൻ കക്കൂസും വാഷിംഗ് മെഷീനും മോന്ത. എന്താ ഇവിടെ ബഹളം? ഞാനൊരു കാര്യം തീരുമാനിച്ചു. സ്ത്രീധനം കൂടുതൽ കൊടുത്താലും വേണ്ടില്ല, ആ ആർട്ടിയുടെ മകനായിട്ടുള്ള കല്യാണം ഉടനെ നടത്തണം. എന്താ ഇത്ര തിടുക്കത്തെ? ഇല്ലെങ്കിൽ നിന്റെ മോൾ അവളുടെ കാമുകനോട് ഒളിച്ചോടിപ്പോ. കാമുകനോ? അതാരാ? ബെന്നിയ കിന്നിയ, അങ്ങനെ ഒരു പന്നി. ബെന്നി. ഞാൻ പുന്നൂസിന്റെ വീട് വരെ പോവാ. എല്ലാം ഉറപ്പിച്ചിട്ട് തിരിച്ചു വരൂ. ഞാൻ വരണ്ടേ? എന്തിനാ? നിന്നോട് കൊണ്ട് കൂച്ചാനോ? ഇവിടെ കാവല് കിട്ടി പോത്താൻ. ഇത്രയും ദിവസമായിട്ട് പത്രോസിന്റെ കത്തോ ഫോണോ ഒന്നും കാണാത്തോണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾ ആ പ്രപ്പോസൽ ഉപേക്ഷിച്ചിട്ടുണ്ടാവും. ഏയ്, ഉപേക്ഷിക്കേ, നല്ല കാര്യായി. ഈ മാസം ശുഭകാര്യങ്ങൾ തീരുമാനിക്കാൻ അത്ര നല്ലതല്ലാത്ത കാരണം ഈ മാസം ഒന്ന് കഴിയട്ടെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഓ, അത് ശരി. അപ്പൊ ഇത് നവംബർ. ഈ ഒക്ടോബർ മാസം അപ്പൊ ഒന്നിനും കൊള്ളില്ലേ? 2 ആഴ്ച മുമ്പാ ഞാനൊരു സ്ഥലം വാങ്ങിയത്. ഇംഗ്ലീഷ് മാസത്തിൽ വാങ്ങിച്ച കുഴപ്പമൊന്നുമില്ല, മലയാള മാസത്തിലായി. അത്രേ ഉള്ളൂ. സമാധാനല്ലേ? ഞാൻ വിചാരിച്ചു ആ കുഴപ്പത്തിലായി. കാശായി തിരിയണതേ. എന്തിനാ ഫാൻ ഓഫ് ചെയ്തിട്ട്? ഈ മഞ്ഞുകാലത്ത് ഫാൻ ഇട്ടാ എനിക്ക് അപ്പാ ജലദോഷം വരും. എന്താ അറിയില്ല. എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര കുഴപ്പാ. പത്രോസ് ബീഡി വലിക്കുവോ? ഇടയ്ക്കൊക്കെ വലിക്കും. ഒരെണ്ണം തന്നെ. ഒറ്റ ബീഡിയുള്ള പത്രോസേ, ബീഡി കിട്ടാനില്ല. അപ്പൊ പുന്നു സാറേ, എത്രയും വേഗം ഈ വിവാഹം നടത്തണം. കാരണം മേരിക്കുട്ടിയുടെ ചില റിലേറ്റീവ്സ് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. അവർ പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് നടത്തണമെന്ന മേരിക്കുട്ടി നിർബന്ധം. നടത്താം. അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ ധാരണയിലെത്തേണ്ടത് നമുക്ക്. ഡൗറിയുടെ കാര്യല്ലേ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ലെങ്കിൽ ആ കാര്യം പോട്ടെ. എന്നാലും ചില നാട്ടുനടപ്പുകളൊക്കെ ഇല്ലേ പത്രോസേ? അതെന്താന്നാ ഞാൻ ചോദിക്കണേ. എന്നാ ഡൗറി മുഖത്ത് നോക്കി സംസാരിച്ചിട്ട് തന്ന ലിസ്റ്റിൽ കൂടുതൽ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അതുപോലെ അല്ല, പോരെന്ന് ചോദിച്ചാ എന്റെ പത്രോസേ, ഒരു 2 ലക്ഷം ഉറുപ്പിയുടെ ഓഫർ അവന് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാം അതും പോലെയാ, കൂടാനല്ലാതെ കുറയുന്നില്ല. അതിങ്ങനെ തട്ടി മുട്ടി നിൽക്കുക. അതാ ഞാൻ ആലോചിക്കണതേ. നാറി, സമയം കണ്ട് കളിക്കാൻ നിനക്ക് അറിയാമല്ലേ? 2.5 എങ്കിൽ 2.5. എത്ര ആയാലും എന്താ? ഞാൻ എന്റെ മോൾക്കല്ലേ കൊടുക്കണത്. അപ്പൊ പിന്നെ വേറൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. അപ്പൊ അടുത്ത ഞായറാഴ്ച മനസ്സമ്മതം. അതെങ്ങനെയാ? മനസ്സമ്മതത്തിന് മുമ്പ് 3 ആഴ്ച വിളിച്ചു വല്ലണ്ടേ? വേണ്ട, അതൊക്കെ മെത്രാന്റെ കയ്യിൽ നിന്ന് സ്പെഷ്യൽ സാങ്ഷൻ ഞാൻ വാങ്ങിച്ചോളാം. അപ്പൊ കെട്ട് അവിടെ തന്നെ ആയിക്കോട്ടെ. അത് പിന്നെ കെട്ട് സാധാരണ പെണ്ണിന്റെ സ്ഥലത്ത് വെച്ച് തന്നെ നടത്താറ്. ഞാൻ പറഞ്ഞത് പത്രോസിനെ ഇപ്പോഴും അങ്ങോട്ട് ശരിക്കും മനസ്സിലായിട്ടില്ല. എന്നാ പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞു തൊലക്കി. അല്ല, ഇവിടെ കല്യാണം അധികം ആർഭാടമായിട്ട് നടത്താൻ പറ്റില്ല. എന്താ? എന്റെ ഭാര്യ മരിച്ചിട്ട് അധികമായിട്ടില്ല. എത്ര കൊല്ലായി? ഒരു 5 കൊല്ലായിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ആകെ കൂടി ഒരു മോളല്ലേ ഉള്ളൂ. അതിന്റെ കല്യാണം വളരെ അന്തസ്സായിട്ട് നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. ഉദ്ദേശം എത്ര ആള് വരും? അയ്യോ, അതിപ്പോ അങ്ങനെയൊന്നുമില്ല. ആരും വരില്ലേ? പിന്നെ വേസ്റ്റ് ആക്കി കളയണ കാര്യം എനിക്കിഷ്ടല്ല. ഒരു 300, 350, 400 ഏറി കവിഞ്ഞാലും ഞങ്ങൾ വളരെ അന്തസ്സായിട്ട് ടൂറിസ്റ്റ് കാറിൽ വരുള്ളൂ. പിന്നെ ടു ആൻഡ് ഫ്ലോ പെട്രോളിന്റെ കാശ് പത്രോസ് തരണം. അല്ല, അത് കല്യാണം കഴിഞ്ഞിട്ട് തന്നാ മതി. അല്ല, ഞാനിപ്പോ കൊണ്ടുവന്നിട്ടില്ല. വേണ്ട. അല്ല, ഞാൻ ഇപ്പൊ വീട്ടിൽ പോയിട്ട് കൊണ്ടുവന്നേരാം. എന്താ പത്രോസ് ഇങ്ങനെയൊക്കെ പറയേണ്ടത്? നമുക്ക് നാളെ ബന്ധപ്പെടേണ്ടതല്ലേ? എന്നാ പത്രോസ് ഇരിക്കെ, ഞാനിപ്പോ വരാം. കല്യാണം കഴിയട്ടാ, നിന്നെ ഞാൻ ശരിയാക്കി തരാടാ. ഫോൺ 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 ഫോൺ. ഹലോ, അതെ,
എന്തൊക്കെയോ നടന്നു കേട്ടുന്നോ? ഏയ് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. എന്റെ വീടിന്റെ മുകളിൽ ഒരു തേങ്ങ വീണ് വീടിന്റെ ഒരു ഭാഗം കൊണ്ട് തകർന്നു വീണു. തനിക്കിപ്പോ സമാധാനമായില്ലോ? ആ, സ്വന്തം ആസനം കത്തിരിഞ്ഞ അറിയില്ല. വേറൊരുത്തിന്റെ ഉച്ചയ്ക്ക് തീ പിടിച്ചാലും നാട്ടുകാർക്ക് സങ്കടം. ശരിക്ക് തരാം. പത്രോസോ കെട്ടിത്തൂങ്ങി ചത്തു. ഓടോ. ഇല്ലാത്ത കാര്യം പറയരുത്. ആരാ മനുഷ്യങ്ങനെ ബുദ്ധിമുട്ടിക്കണേ? പോകുന്നതിന് വിരോധമില്ല, ഇതൊന്നും ഇങ്ങോട്ട് കിട്ടിയ ഏത് അന്നത്തെ മനസ്സമ്മതത്തിന്റെ ടു ആൻഡ് ഫ്ലോ പെട്രോൾ ഓർമ്മയുണ്ടാവും. ഞാനിവിടെ തീർന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് എന്റെ പെട്രോൾ ബില്ലും കുന്തോ. എന്താ പത്രോസ് നമ്മൾ തമ്മിൽ? ഇതെനിക്ക് നാളെ മേടിച്ചൂടെ? അപ്പൊ ഞാൻ വരട്ടെ. ഈ ഫോണൊന്ന് ഞാൻ ചവിട്ടി പൊളിക്കും. ഞാൻ 3ാം ലോക മഹായുദ്ധം. അയ്യോ എന്റെ കർത്താവെ, ഉണ്ടാക്കിയതൊക്കെ വേസ്റ്റ് ആവും. ഞാൻ ഒരാളോട് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നു. ഓ സാരില്ല. ആ, മോനെവിടെ? അവൻ പുറത്ത് നിൽക്കുക. വലിയ നാണക്കാരനാ. മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. അവനെ ഞാൻ അങ്ങനെ വളർത്തിയത്. അല്ലാതെ ഇപ്പോഴത്തെ പിള്ളേരെ പോലെ ഒരു കുടിയോ വലിയോ ഒന്നും അവനില്ല. ഈശ്വരന്ത മാത്രം, നോ വേസ്റ്റ്. അപ്പൊ എന്റെ മോനെ പോലെ തന്നെ. അതൊന്നും ഞാൻ കണ്ടതല്ലേ. ആ, മോനെ വിളിക്ക്. മോനെ, ബോബി പുന്നൂസ്. ആഹാ, വന്നിരിക്കി. ഇരിക്കുമോനെ. ഉറച്ചിരിക്കി ബോബി. ഇരുന്നോ. വൈഫും ഡോക്ടർ എവിടെ? മേരിക്കുട്ടി എന്റെ. അയ്യോ, വരും. നമസ്കാരം. നമസ്കാരം മോളെ, ഇത് ബോബി പുന്നൂസ്, സാറിന്റെ മകനാ. അങ്ങനെയൊന്നുമില്ല. ഇവര് വല്ല ബോംബിടാവുന്നതാവും. എന്താ കാര്യം? എന്തായാലും സമാധാനം ഉണ്ടാക്കാം. അല്ല, മോനൊരാഗ്രഹം. ആനയോട് ഒറ്റയ്ക്ക് എന്തോ സംസാരിക്കണമെന്ന്. അതിനെന്താ, സംസാരിച്ചോട്ടെ. പ്ലീസ് കം. ചെല്ലുമോളെ. സത്യത്തിൽ ഞാൻ അല്പം നെർവസ് ആണ്. ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയോട് ഒറ്റയ്ക്ക്. അതുകൊണ്ട് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നെനിക്ക് നല്ല പരിചയമില്ല. ആനയുടെ പേരെന്താണ്? ഐ എം സോറി, ഞാൻ ബോബി പുന്നൂസ്, ഫാദർ RTO ആണ്. എനിക്കറിയാം. ആനയ്ക്ക് എന്നോടൊന്നും പറയാനില്ലേ? ഇല്ല. എനിക്ക് ആനയോട് എന്തൊക്കെയോ പറയണമെന്ന് തോന്നുന്നുണ്ട്. ബട്ട് ഐ ആം നെർവസ്. രണ്ടുപേരും കൂടി ഒളിച്ചോടി പോയോ? അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങിന് അറ്റൻഡ് ചെയ്യുന്നത്. അതെ. എന്താ, സംസാരിച്ചു കഴിഞ്ഞോ? ഓ, കഴിഞ്ഞു. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. മനസ്സിലായി. ഡൗറിയുടെ കാര്യല്ലേ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ അങ്ങോട്ട് വരാം. ഓ, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. കാപ്പി കുടിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ മേരിക്കുട്ടി നിർത്തി പൊറപ്പിക്കില്ല. എന്നാ പിന്നെ അതാ നല്ലത്. അയ്യോ, എനിക്ക് കാപ്പി വേണ്ട. പിന്നെ ഈ വാട പൊന്നുമോനെ. അവന് ചായ ഇഷ്ടമുള്ളൂ. ആണ്. ഇയാളാണ് സാർ. വിവരങ്ങളൊക്കെ തന്നോട് സുബ്രഹ്മണ്യം പറഞ്ഞില്ല? പറഞ്ഞു സാർ. പക്ഷേ ഇവിടെയുള്ളവരാരും വേണ്ട. തമിഴ്നാട്ടിൽ നിന്ന് 100 കിലോ തൂക്കം വരുന്ന നല്ല തടിയം മരം ഞാൻ കൊണ്ടുവരാം. എന്തിനെ? വെയിറ്റ് ലിഫ്റ്റിങ്ങിന്? എല്ലാം നല്ല തല്ലുകാരാ സാർ. ജോലിയും കഴിഞ്ഞ് കൊടുത്തതും വാങ്ങി മിണ്ടാതെ അവരങ്ങ് പൊക്കോളും. കഴുത്ത് പോയാലും അവരാരോടും ഒന്നും പറയില്ല സാർ. കഴുത്ത് പോയാ പിന്നെ ആരോടോ മിണ്ട. അടിച്ചു കൊല്ലൊന്നും വേണ്ട. അവന്റെ കൈയും കാലും ഇങ്ങനെ ചതച്ച് ചമ്മന്തി ആക്കണം. ഏറ്റു. കുറഞ്ഞത് 1 വർഷമെങ്കിലും അവൻ ആശുപത്രി കിടക്കണം. അത്രയല്ലേ ഉള്ളൂ. അവന്റെ ജോലിയും ഒരു ഓഫീസിൽ പോക്കും. അവൻ നരകിക്കുന്നത് കണ്ട് എനിക്കൊന്ന് സുഖിക്കണം. അല്ല, സാറിന്റെ മരുമകനെ തന്നെയല്ലേ ഈ നായിന്റെ മോനെ കൊല്ലി. ആള് ബോക്സറാ. ചിലപ്പോ സാറിന് ബോക്സറാണോ? ബോക്സറേ, അവൻ എന്റെ മരുമകനൊന്നുമല്ല, എന്റെ കുരുത്തം കെട്ട മകളുടെ ഭർത്താവാ. നാളെ എന്താ വേണ്ടി അഡ്വാൻസ് വാങ്ങിച്ചോ. ചെല്ല്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തിരുവനന്തപുരം വരെ ഒന്ന് പോവാൻ. കയ്യിലെ കാശ് മുഴുവൻ ചെലവായാലും ശരി,
ആ ഡോക്ടറെ ഞാൻ കാസർഗോഡ് മുതൽ പാറശാല വരെ നെട്ടോട്ട് ഓടിക്കും. നെട്ടോട്ടം നെടുവോട്ടം ഓടിക്കണം. അത്രക്ക് ദുഷ്ടനാ ഡോക്ടർ. പിന്നെ ഒരാഴ്ചയിൽ കൂടുതൽ ഒരു സ്ഥലത്ത് ഇരുത്താൻ പാടില്ല. ഇതിനൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ഡോക്ടർ, സമയം 12 ബന്ധുകാർ റോഡ് ബ്ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇതങ്ങ് ഫിനിഷ് ചെയ്താട്ടെ.